GCD മാർട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെറുകിട വ്യവസായങ്ങളെ ബാധിക്കുന്നു. അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് തീർച്ചയായിട്ടും ചെറുകിട ബിസിനസ്സെ ബാധിക്കും. പക്ഷേ ഇവിടെ GCD മാർട്ട് എന്ന് പറയുന്ന ഒരു ജനകീയ പ്രസ്ഥാനം, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായിട്ട് ഒരു വാർത്തയും ഈ പറഞ്ഞ ചെറുകിട കച്ചവടക്കാർക്ക് കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. അതായത് അവർക്ക് 20 ടോക്കണോ 100 ടോക്കൺ എടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങളുടെ കടയിൽ ഈ നമ്മൾ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സാധനം ആ പ്രദേശത്തുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്കും വരുമാനം കിട്ടുകയും നിങ്ങളുടെ ബിസിനസ് എന്തും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന 10 പ്രൊജക്റ്റും അതിൻ്റെ ഉപവിഭാഗത്തിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് മാസം കിട്ടും. കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഒരുപോലെ ലാഭം കിട്ടുന്ന കാര്യമല്ല കച്ചവടം. അത് ചില സമയങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പൈസ മുടക്കി ഒരു കട വന്നാൽ കച്ചവടം എല്ലാം കൂടി അങ്ങോട്ട് പോകും. കച്ചവടം എന്ന് പറയുന്നത് റിസ്ക് കൂടുതലാണ്, നമുക്കൊരിക്കലും സമാധാനം കിട്ടുന്നില്ല. കാരണം മറ്റൊരു കാര്യം വെച്ചാൽ നല്ല സാമ്പത്തികപരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അതുപോലെ കസ്റ്റമറെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാവണം, നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം, വില കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ശേഷിയുണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം പരാജയത്തിൽ പോകും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ കടവിലയോ ഒക്കെ മേടിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കച്ചവടക്കാർക്ക് ഒരു സുരക്ഷിതം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ഒരു 20 അല്ലെങ്കിൽ 100 ടോക്കൺ എടുത്ത് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. തന്നെയുമല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ 10ഓളം പ്രൊജക്റ്റിൻ്റെയും അതിൻ്റെ വിഭാഗത്തിൻ്റെയും ലാഭവിധം നിങ്ങൾക്ക് മാസം കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അതിൻ്റെ വരുമാനം കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഒറ്റക്കൊറ്റക്ക് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80% കച്ചവടക്കാർക്കും പരാജയം തന്നെയാണ്. അവർ ശമ്പളം കൊടുക്കണം, റൂം റെൻറ്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഈ മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞ് ഒരു മാസത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകും. അങ്ങനെ മെച്ചം കിട്ടുന്ന കമ്പനി എന്ന് വെച്ചാൽ ഒരു 20% കച്ചവടക്കാർക്കാർക്ക് അതിൻ്റെ മെച്ചമുണ്ട്. ബാക്കി 80% ആൾക്കാർ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത്. അപ്പോൾ ആ 80% വരുന്ന കച്ചവടക്കാർക്ക് കൂടി നമ്മുടെ ഈ GCD മാർട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ GCD ടോക്കണിൻ്റെ കീഴിൽ വരുന്ന പ്രസ്ഥാനത്തിലേക്ക് പങ്കെടുക്കാൻ ഒരു 20 ടോക്കണോ 100 ടോക്കണോ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഫ്യൂച്ചർ ഉണ്ടാകും. അത് നിങ്ങളുടെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുമായിരിക്കും. നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളും ഈ പ്രസ്ഥാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. GCD മാർട്ടിൽ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെ ലിസ്റ്റ് ചെയ്താൽ അവർക്ക് പ്രത്യേക ഗുണങ്ങൾ വരുന്നു. തീർച്ചയായിട്ടും GCD മാർട്ടിൽ ഏകദേശം ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകളുണ്ട്. ആ ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകളിൽ നമുക്ക് ഏതൊരു ഉൽപ്പന്നവും ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ പറ്റും. അങ്ങനെ സഹായിക്കുന്ന വഴി അവർക്കൊരു ഇൻട്രൊഡ്യൂസർ കോഡ് കൊടുക്കും. ആ ഇൻട്രൊഡ്യൂസർ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിൽ നിന്ന് സാധനങ്ങൾ എപ്പോൾ വിറ്റ് പോയി കഴിഞ്ഞാലും ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ ഇൻട്രൊഡ്യൂസർക്കും, ഒരു വിഹിതം ബയ്യർക്കും, ഒരു വിഹിതം നമ്മുടെ കമ്പനിക്ക് കിട്ടും. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് GCD ടോക്കൺ എടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അവരുടെ ടോക്കൺ എടുത്തിരിക്കുന്നതിൻ്റെ ആനുപാതികമായിട്ട് അവർക്ക് കിട്ടുകയും, അതുപോലെ തന്നെ ബയ്യർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ബയ്യർക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാഭത്തിൻ്റെ ഒരു വീതം ഒന്നെങ്കിൽ അവർക്ക് ടോക്കണായിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഡിസ്കൗണ്ടായിട്ട് കൊടുക്കും. ഇപ്പോൾ ടോക്കണായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ചില ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹൈഡ്രജൻ വാട്ടർ പ്യൂരിഫയർ, ആ ഹൈഡ്രജൻ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ കമ്പനിയിൽ മേടിക്കുകയാണെങ്കിൽ അവർക്ക് 100 ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ 100 ടോക്കണിന് ഇന്ന് $100 വിലയെങ്കിൽ അടുത്ത 10 വർഷത്തിന് ശേഷം 100 × $10,000, ഞാൻ അന്ന് മിനിമം ഗ്യാരണ്ടി പറഞ്ഞത് $10,000 വരും എന്നാണ് എൻ്റെ കണക്ക് കൂട്ടില്ല. 10,000 ആയിരിക്കണം, 50,000 ആയിരിക്കണം. കാരണം ഇത് ഫിസിക്കൽ പ്രൊജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാധനം വാങ്ങിച്ചത് വഴി 100 ടോക്കൺ കിട്ടുകയും ആ പ്രൊജക്റ്റിൻ്റെ ലാഭവിധം മാസം കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്തൊരിടത്തും ഒരു കമ്പനിക്കും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം സ്വന്തമായിട്ട് നമുക്ക് ടോക്കൺ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ ടോക്കണായിട്ട് കൊടുക്കുന്ന വഴി അവർക്ക് ലൈഫ് ടൈം തന്നെയല്ല, അതായത് തലമുറകളോളം അവർക്ക് വരുമാനം കിട്ടുന്ന പദ്ധതിയിൽ അവർക്ക് ഇൻവോൾവ്മെൻ്റ് ആകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇൻട്രൊഡ്യൂസർ ഒരാൾ പരിചയപ്പെടുത്തി, ആ പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10 കമ്പനികൾ 25 കമ്പനി, അത് അവരവരുടെ കഴിവനുസരിച്ചിട്ട് എത്ര കമ്പനിയാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിന്ന് എപ്പോൾ വിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു വീതം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്കും അതിൻ്റെ വരുമാനം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഇതാണ് കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യം. GCD ടോക്കൺ എത്ര പ്ലാനുകളുണ്ട്? അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്?
GCD ടോക്കണിൻ്റെ 2 പ്ലാനാണ്. ഒന്ന് ബേസിക് പ്ലാനും 2 പ്രീമിയം പ്ലാനും. ഈ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ടോക്കൺ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കൂടുമ്പോൾ വിൽക്കാം. ഇതാണ് ബേസിക് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ 10 മേഖലയിലേക്കും GCD ടോക്കൺ നമുക്ക് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ GCD ടോക്കൺ വഴിയാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വീതം ഈ ബയേഴ്സിന് കിട്ടും. അപ്പോൾ നമ്മുടെ GCD ടോക്കണിൻ്റെ ബേസിക് പ്ലാനിൽ നമ്മൾ ഈ 2 കാര്യം, ഒന്ന് പർച്ചേസിങ്, 2 ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. ഈ കാര്യമാണ് ബേസിക് പ്ലാൻ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീമിയം പ്ലാൻ. ഈ പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് 10ഓളം പ്രൊജക്റ്റും അതിൻ്റെ ഉപവിഭാഗവും വരുന്ന പ്രൊജക്റ്റിലെല്ലാം തന്നെ അതിൻ്റെ ലാഭത്തിന് എൻ്റെ ഉടമയായിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം പ്ലാൻ എടുത്ത് ടോക്കൺ എടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ എന്ത് പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാലും ആ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ലാഭവിഹിതം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ടോക്കണിൻ്റെ അനുപാതി വരും. ചെറിയ 20 ടോക്കൺ ഉണ്ട്. അതായത് ഈ പ്രീമിയം പ്ലാനിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ 20 ടോക്കൺ, 100 ടോക്കൺ, 500, 1000, 3000, 50,000 അങ്ങനെ പോകും. അങ്ങനെ ഒരു 11 സ്ലാബാണ്. അപ്പോൾ ഈ 11 സ്ലാബ് നമുക്ക് ഈ പ്രീമിയം പ്ലാൻ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം ലോകത്ത് ക്രിപ്റ്റോ കറൻസി ബിസിനസ് എന്ന് പറയുന്നത് പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ പാവപ്പെട്ടവരെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ലാബ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 20 ടോക്കൺ എടുക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ ആൾക്കാരെ റെഫറൽ ചെയ്തുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി അവരുടെ സ്ലാബിൻ്റെ സിസ്റ്റങ്ങളിലേക്ക് പോയി, റാങ്കിങ് സിസ്റ്റങ്ങളിലേക്ക് പോവുകയും അവർക്ക് ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് അവരുടെ വരുമാനത്തിൻ്റെ തോത് വർദ്ധിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് നമ്മുടെ സൗദിയിലെ അസീസ്. ശ്രീ അസീസ് 20 ടോക്കൺ എടുത്ത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് 5ാം റാങ്കിൽ എത്തിയിരിക്കുന്നു. ഈ 5ാം റാങ്ക് എന്ന് പറയുന്നത് ടോട്ടൽ വരുമാനത്തിൻ്റെ 5% കിട്ടുന്നത്. ഈ ടോട്ടൽ 5ാം റാങ്കിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കാണ് ഈ 5% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് 5ആകാം, 10ആകാം, 100ആകാം. അത് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരികയും അവരെ അച്ചീവ് ചെയ്ത് വരികയും കിട്ടുന്ന കാര്യം. അത് ആ 5% എന്ന് പറയുന്നത് അദ്ദേഹം അതിനുശേഷം ഒന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ തലമുറകൾക്കും ഈ 5% വെച്ച് നമ്മുടെ എന്ത് ബിസിനസ്സാണെന്ന് കഴിഞ്ഞാലും ഈ 5% വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാണ്ട് മറ്റൊരു കാര്യം, നമുക്ക് ഇങ്ങനെ നമ്മുടെ റാങ്ക് മുന്നോട്ട് പോകുന്ന വഴി നമ്മുടെ വരുമാനത്തിൻ്റെ ലാഭവിഹിതം കൂടി കൂടുകയും ചെയ്യും. കമ്പനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കമ്പനിക്കകത്ത് പ്രവർത്തിക്കുന്ന നല്ലവരായിട്ടുള്ള GCD ടോക്കൺ പാർട്ട്നേഴ്സായിരിക്കും. അപ്പോൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് കമ്പനി വലുതാകുകയും ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ കഷ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിസ്റ്റം കൂടി കൊണ്ടുവന്നത്. കാരണം ഇന്ന് നിങ്ങൾ ലോകത്ത് എവിടെ ജോലിക്ക് പോയാലും, സർക്കാർ ജോലി ആയിക്കോട്ടെ, പ്രൈവറ്റ് മേഖല ആയിക്കോട്ടെ, നിങ്ങളുടെ ടൈം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വരുമാനം തീർന്നു. പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയാണെങ്കിൽ നിങ്ങളുടെ ജോലി എന്ന് അവസാനിക്കുന്നു അന്നത്തോടെ നിങ്ങളുടെ വരുമാനം നിൽക്കും. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെൻഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വരുമാനം കിട്ടില്ല. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ നിങ്ങൾ 20 ടോക്കൺ എടുത്താലും 100 ടോക്കൺ എടുത്തു കഴിഞ്ഞാലും ഈ ടോക്കൺ നിങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം ഇതിൻ്റെ വരുമാനം ഒരു കാലത്തും സ്റ്റോപ്പ് ആകുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. സാധാരണ ഒരു ക്രിപ്റ്റോ കറൻസി ബിസിനസ് മാത്രമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്പനിക്ക് സ്വന്തം എക്സ്ചേഞ്ച് തുടങ്ങുന്നു സാറ് നേരത്തെ പറഞ്ഞു, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും GCD എക്സ്ചേഞ്ചിനെ പറ്റി, അതായത് GCDയുടെ ഒരു എക്സ്ചേഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ആ എക്സ്ചേഞ്ചിനെ രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. അതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണ്ടി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അതുപോലെ മുന്നിട്ടിറങ്ങുന്ന ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും, അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ഒരു ടൈപ്പ് ആയിക്കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അത്തരം ഒരു എക്സ്ചേഞ്ച് രൂപീകരിക്കുന്നത്. കാരണം ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ക്രിപ്റ്റോ മേഖലയിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും മറ്റൊന്ന് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും. അപ്പോൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ മോണിറ്ററിങ് സ്വഭാവമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതാണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലും മോണിറ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. കൊടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള ഇടപാടുകൾക്കായിരിക്കും
അതിന് പ്രാതിനിധ്യം കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്ചേഞ്ച് നമ്മൾ കൊണ്ടുവരിക എന്ന ഏറ്റവും വലിയ ലക്ഷ്യം, നമുക്ക് 10ഓളം പ്രൊജക്റ്റുകളും അതിൻ്റെ ഉപവിഭാഗങ്ങളും വരുമ്പോൾ നമ്മുടെ GCD ടോക്കണിൻ്റെ കൈമാറ്റം സുഖകരമായി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു എക്സ്ചേഞ്ച് വേണം പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് മറ്റുള്ള ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ടോക്കൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോയിൻസ് ആയിക്കോട്ടെ അങ്ങനത്തെ നിരവധി കമ്പനികൾ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അവർ നടക്കുന്ന അല്ലെങ്കിൽ ആ കമ്പനിയോട് നടക്കുന്ന വ്യവസായം മീൻസ് ട്രേഡിങ്, ആ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് ഫീസാണ് ഈ എക്സ്ചേഞ്ചുകൾക്ക് അത് ബെനിഫിറ്റായിട്ട് മാറുന്നത്. എന്നാൽ നിരവധി സ്കാമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതിനകത്ത് ചില പോരായ്മയുണ്ട്. അപ്പോൾ ഓരോ എക്സ്ചേഞ്ചിനും അതിൻ്റേതായിട്ടുള്ള പോരായ്മ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഹാക്കിങ് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കൺട്രോളിൽ വരുന്ന ഒരു എക്സ്ചേഞ്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു രീതിയിലും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കായിരിക്കും നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ആൾക്കാരുമായിട്ട് 3-4 പ്രാവശ്യം അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാണ്ട് ഒരു വർഷത്തിനുള്ളിൽ അല്ല 1-1.5 വർഷത്തിനുള്ളിൽ നമ്മുടെ സ്വന്തം എക്സ്ചേഞ്ച്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് വരുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10ഓളം പ്രൊജക്റ്റും അതിന് ഉപവിഭാഗവും നമ്മുടെ ഇന്ത്യ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കും നമ്മുടെ ടോക്കൺസ് വാങ്ങിക്കാനും കൊടുക്കാനും അത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ചേഞ്ച് കൂടിയേ പറ്റും. അപ്പോൾ മറ്റൊരു എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഉറപ്പ് അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മോണിറ്ററിങ് സ്വഭാവമുള്ള ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന വാലറ്റിൽ കിടക്കുന്ന USDT മറ്റൊരാൾ ഹാക്ക് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കഴിഞ്ഞിടക്ക് 180 USDT എൻ്റെ വാലറ്റിൽ കിടന്ന വേറെ വാലറ്റിൽ കിടന്ന പൈസ. അപ്പോൾ ഇത് അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം ആ സോഫ്റ്റ്വെയറുള്ള മിസ്റ്റേക്ക്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാലറ്റിൽ കിടക്കുന്ന ഒരു എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന വഴി അതിൻ്റെ ഉടമയായിട്ടുള്ള ഒരാൾക്ക് OTP സിസ്റ്റം വരികയും അത് കൺഫർമേഷൻ കൊടുത്താൽ ആ വാലറ്റിൽ നിന്നും അത് പോവുകയും, അതേപോലെ തന്നെ അതിനും വലിയൊരു എമൗണ്ടാണ് അവർ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ കമ്പനി അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ ടോക്കൺ ഉടമസ്ഥനോട് വിളിച്ച് കൺഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ അംഗീകാരം കൊടുക്കും. കാരണം നമുക്കറിയാം അല്പം ഡിലേ വന്നാലും ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാൻ സ്മാർട്ട് കോൺട്രാക്റ്റ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ സ്മാർട്ട് കോൺട്രാക്റ്റ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഹാക്ക് ചെയ്യുന്നവർ ഹാക്ക് ചെയ്ത് അത് കൊണ്ടുപോകും. അത്തരം ഹാക്ക് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മളതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അത് OTP ആയിട്ടാണെങ്കിലും നമ്മുടെ മോണിറ്ററിങ് സ്വഭാവമുള്ള സിസ്റ്റത്തിലാണെങ്കിലും നിലവിലില്ലാത്ത ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലില്ലാത്ത പല സിസ്റ്റങ്ങളും നമ്മുടെ എക്സ്ചേഞ്ചിലുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം വരും, ജനങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അത് GCD ടോക്കൺ ആണെങ്കിലും ലോകത്ത് ആദ്യമായിട്ട് 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റ് കൊണ്ടുവന്ന നമ്മുടെ ഇന്ന് ലോകത്ത് 10-20,000-ഓളം കോയിൻസും ടോക്കൺസും ഉണ്ട്. അവരാരും ഫ്രണ്ട് എൻഡിൽ നിന്ന് കളിക്കാൻ തയ്യാറല്ല. പക്ഷേ ഞാനിവിടെ ഈ GCD ടോക്കൻ്റെ ഫൗണ്ടറും CEOയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സ്ഥലം വരെ പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എല്ലാവിധ കഥകളും പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി വരുന്നത്. അതേപോലെ തന്നെ ആ മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞാലും മറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എന്ത് ഫെസിലിറ്റീസ്, എന്ത് നല്ല സർവീസ് കൊടുക്കാൻ പറ്റും, ആ നല്ല സർവീസ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും മറ്റേത് എക്സ്ചേഞ്ചിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ നമ്മുടെ എക്സ്ചേഞ്ചിന് എല്ലാ രീതിയിലുള്ള സർവീസും കൊടുക്കാൻ പറ്റും. ഇതാണ് എനിക്ക് എക്സ്ചേഞ്ചിനെ പറ്റി പറയാൻ